ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി കുറച്ചും കൂടെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിടിലൻ ടിപ്സും ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡയറ്റ് പ്ലാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും, എല്ലാ കാറ്റഗറീസിൽ പെട്ടവർക്കും വളരെയധികം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു നല്ലൊരു ഡയറ്റ് പ്ലാനുമായിട്ടായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഒത്തിരി പേര് ബുക്കും പേനയും ഒക്കെ എടുത്ത് അന്ന് തന്നെ അവരുടെ ഡയറ്റൊക്കെ സെറ്റ് ചെയ്തു. കാരണം നിങ്ങൾക്ക് അറിയാം എത്രയൊക്കെ അളവ് കഴിക്കണം, എന്തൊക്കെ എൻ്റെ ഡയറ്റിൽ ഞാൻ ശ്രദ്ധിക്കണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഇരുന്നിട്ട് ബുക്കും പേനയും ഒക്കെ എടുത്ത് എഴുതി വെച്ചെന്ന് ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് ഒത്തിരി സന്തോഷം. അപ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് 13ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഒത്തിരി പേർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, ഇഞ്ചസ് കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പേ നമ്മളെ ഗോൾഡൻ റൂൾസ് ഫോളോ ചെയ്തിട്ട് പോലും ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും എന്നുള്ളൊരു കാര്യം. അപ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുക, സിൻസിയർ ആയിട്ട് അത് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യുക. അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ വെയിറ്റ് ലോസ് ജേർണി കുറച്ചും കൂടെ ഫാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കിഡിലൻ ടിപ്സ് അല്ലെങ്കിൽ പാറ്റേൺസും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉള്ളിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി കുറച്ചും കൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് നടക്കണം, എനിക്ക് റിസൾട്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കണ്ടു തുടങ്ങണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അതിന് അൺഹെൽത്തി പ്രാക്ടീസസ് സെലക്ട് ചെയ്യുമ്പോഴാണ് നമ്മളുടെ എന്താ പറയുക നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് വരുന്നത്. നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി എത്രത്തോളം ഫാസ്റ്റ് ആവുന്നോ അത്രത്തോളം സൈഡ് എഫക്ട്സ് നമ്മൾ അതിന് ഫേസ് ചെയ്യേണ്ടി വരും. അത് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ടെമ്പററി ആയിരിക്കും. നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി സ്ലോ ആയിട്ടാണ് നടക്കേണ്ടത്. പക്ഷെ എന്നാലും വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഈ ഒരു വെയിറ്റ് ലോസ് ജേർണി കുറച്ചും കൂടെ എന്താ പറയുക വേഗത്തിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാറ്റേൺ ആയിരിക്കും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ അത് എത്രത്തോളം എന്റെ വെയിറ്റ് ലോസ് ജേർണി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്റെ വെയിറ്റിന്റെ ഒരു എന്താ പറയുക ഒരു 3/4 ഭാഗം കുറഞ്ഞു കിട്ടിയത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ പലർക്കും ഉള്ള സംശയമാണ്, പ്രത്യേകിച്ച് ഫീഡിംഗ് മോംസ് ആൻഡ് ടീനേജേഴ്സ് ആകുമ്പോൾ അവർക്ക് സംശയമായിരിക്കും ഇത് എനിക്ക് ചെയ്യാമോ, ഞങ്ങളുടെ കാറ്റഗറീസിന് ചെയ്യാമോ. PCOD തൈറോയിഡ് ഒക്കെ ഉള്ളവർക്കും സംശയമായിരിക്കും അവർക്ക് ഇത് ചെയ്യാമോ എന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന കുറച്ച് കാറ്റഗറീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫാസ്റ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരുവിധം എല്ലാവർക്കും ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കും. പക്ഷെ എന്നാലും എക്സ്ട്രീം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഈറ്റിംഗ് പാറ്റേൺ ആണ്. ഇത് ഒരു ഡയറ്റോ അല്ലെങ്കിൽ ഒരു ക്രാഷ് ഡയറ്റോ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാവുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് പ്രാക്ടീസ് ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. അപ്പൊ ഇത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം, ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു കാര്യം തന്നെയാണ്. പണ്ട് മുതലേ എന്താ പറയുക നമ്മുടെ മുതിർന്നവരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറയുന്നതാണ് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം നമ്മൾ ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, അത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളൊരു കാര്യം. അപ്പൊ ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ പലതരത്തിലുള്ള പാറ്റേൺസ് ആയിട്ട് നമ്മളത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഈറ്റിംഗ് വിൻഡോ ഉണ്ടാവും, ഒരു ഫാസ്റ്റിംഗ് വിൻഡോ ഉണ്ടാവും. ഈറ്റിംഗ് വിൻഡോയിൽ നമുക്ക് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാം, ഫാസ്റ്റിംഗ് വിൻഡോ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കില്ല. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പൊ ഇനി ഫീഡിംഗ് മോംസിന്റെയും ടീനേജേഴ്സിന്റെയും കാര്യമാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് റെക്കമെൻഡബിൾ അല്ല. ഇതിന്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിംഗ് മോംസ് ആണെങ്കിൽ അവർക്ക് മിൽക്ക് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്, അവർക്ക് ഒരുപാട് കലോറീസ് വേണ്ടുന്ന ഒരു സമയമാണ്. അവർ കുട്ടികളെ നോക്കിയിട്ടും അല്ലാതെയുള്ള കാര്യത്തിലും പോസ്റ്റ്മോർട്ടം അങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടും അവർ ഒത്തിരി എക്സോസ്റ്റഡ് ആയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒത്തിരി കലോറീസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്, അതായത് ഫുഡ് കഴിക്കാതെ ഇരിക്കുന്ന ഒരു മെത്തേഡ് അവർക്ക് ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡ് അല്ല. അതേപോലെ തന്നെ ടീനേജേഴ്സിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവരുടെ ബോഡി ഒരുപാട് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവരുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്, അവരുടെ ഡെയിലി അവരുടെ ബ്രെയിനകത്ത് ഒരുപാട് കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി പഠിക്കാനുള്ള ഒരു സമയമാണ്. ഒരുപാട് നേരം ഉറക്കളച്ചിരുന്നൊക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് അത്ര റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ എന്നിരുന്നാലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഈ ഒരു 2 കാറ്റഗറീസിൽ പെടുന്നവർക്കും ചെയ്യാവുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ ആചാര്യന്മാരൊക്കെ പറഞ്ഞു വരുന്ന ഒരു രീതി. അതായത് നമ്മൾ 8 മണിക്ക് ശേഷം അല്ലെങ്കിൽ 7 മണിക്ക് ശേഷം ഹെവി ഡിന്നർ എടുക്കുന്ന അല്ലെങ്കിൽ ഹെവി ഭക്ഷണം എടുക്കുന്ന ഒരു രീതി ഒഴിവാക്കുക. ഇവിടെ അപ്പുറത്ത് തന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തട്ടലും മുട്ടലൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പൊ അത് എക്സ്ക്യൂസ് ചെയ്യുക, ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ടീനേജേഴ്സ് ആൻഡ് ഫീഡിംഗ് മോംസിന് ഏറ്റവും ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 12-12 പാറ്റേൺ ആണ്. അതായത് 12 മണിക്കൂർ ആഹാരം കഴിക്കുക, 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക. ഈ ഒരു മെത്തേഡാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് എല്ലാവരും ഫോളോ ചെയ്തു വരുന്ന, അതായത് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു മെത്തേഡ്. അതായത് 12 മണിക്കൂർ ആഹാരം കഴിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ രാവിലെ ഒരു 8 മണിക്ക് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം ഒരു 8 മണിക്കൂറിൽ നിങ്ങളുടെ ഡിന്നർ സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് ഒരു 12 മണിക്കൂർ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഒരു വിൻഡോ വരുന്നത്. ബാക്കി വരുന്ന 12 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു 12 മണിക്കൂറിന് നമ്മൾ ഉറക്കവും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും
ഏറ്റവും സേഫ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന, അതായത് ടീനേജേഴ്സിനും ഫീഡിംഗ് മോംസിനും ഏറ്റവും സേഫ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയ മെത്തേഡ്. ഇനി കുറച്ചും കൂടി ഒരു അഡ്വാൻസ് ലെവലിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10-14 പാറ്റേൺ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് 10-14 പാറ്റേൺ എന്ന് പറയുമ്പോൾ 10 മണിക്കൂർ ആഹാരം, 14 മണിക്കൂർ ഫാസ്റ്റിംഗ് വരും. അപ്പൊ നിങ്ങൾ ഒരു 9:30 നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോൾ നിങ്ങളുടെ ഫുഡ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക, ഈറ്റിംഗ് വിൻഡോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ബാക്കിയുള്ള സമയം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുക. അതായത് 14 മണിക്കൂർ നിങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു 2 പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫീഡിംഗ് മോംസിനാണെങ്കിലും ടീനേജേഴ്സ് ആണെങ്കിലും ഹെൽത്തി ആയിട്ട് ചെയ്യാവുന്ന, സേഫ് ആയിട്ട് ചെയ്യാവുന്ന പാറ്റേൺ ആണ്. പക്ഷെ എന്നിരുന്നാലും നിങ്ങളുടെ ഒരു ലൈഫ് പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിൽ വിശപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേകിച്ച് ഫീഡിംഗ് മോംസിനാണെങ്കിൽ അവർക്ക് കുട്ടികളെ നോക്കേണ്ടി വരും, രാത്രി ഒരുപാട് നേരം ഉറക്കളച്ചിരിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് വിശപ്പ് വരികയാണെങ്കിൽ നിങ്ങളത് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളത് ഹെൽത്തി ആയിട്ട് നിങ്ങളത് ചെയ്യാൻ നോക്കുക. അതായത് ഹെൽത്തി സ്നാക്സ് നിങ്ങൾ കഴിക്കാൻ നോക്കുക. റോസ്റ്റഡ് ചന അല്ലെങ്കിൽ വാട്ടർ മെലൺ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് കഴിക്കാം. പിന്നെ നിങ്ങൾക്ക് വിശപ്പ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ 12 ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 8 മണിയാകുമ്പോൾ നിങ്ങളുടെ ഈറ്റിംഗ് വിൻഡോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ അതിനുശേഷം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞാലേ നമുക്ക് വിശക്കാനുള്ള ചാൻസ് ഉള്ളൂ. അതായത് ആ ഫുഡ് ഡൈജസ്റ്റ് ആയി വരണ്ടേ. അപ്പൊ അതിനുശേഷം നമുക്ക് വിശക്കാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ആ ഒരു 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഉറങ്ങുകയും ചെയ്യും. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾക്ക് രാത്രി ഉറക്കളച്ചൊക്കെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ വാട്ടർ മെലൺ, നട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലോ കലോറി ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം. ഇത് നിങ്ങൾക്ക് തുടക്കം കുറച്ച് ദിവസങ്ങളിലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഈ ഒരു പാറ്റേണുമായിട്ട് ഒന്ന് അഡാപ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിൽ വിശക്കാനുള്ള സാധ്യതയില്ല. ഇതിപ്പോൾ ടീനേജേഴ്സിനും കൂടിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രാത്രി ഒരുപാട് നേരം ഇന്ന് പഠിക്കുന്നൊക്കെ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് വിശക്കുന്ന ഒരു സമയത്ത് ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോയിൽ നിങ്ങൾക്ക് വിശക്കുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം വെള്ളം കുടിച്ച് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ആ ഒരു വിശപ്പ് മാറുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ലോ കലോറി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, കുക്കുംബർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഡേറ്റ്സ് കഴിക്കാം. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റാവുന്ന ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് ലെമൺ വാട്ടർ കുടിക്കാം. അതായത് സോൾട്ടും ഷുഗറും ഒന്നും ഇടാതെ നിങ്ങൾക്ക് ലെമൺ വാട്ടർ കുടിക്കാം, ബ്ലാക്ക് കോഫി കുടിക്കാം, ബ്ലാക്ക് ടീ കുടിക്കാം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ 2 വിൻഡോയിൽ ഏതെങ്കിലും ഒരു വിൻഡോ 10-14 or 12-12 പാറ്റേൺ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടെ 2 കാറ്റഗറിയിൽ പെടുന്നവർക്കും ഫോളോ ചെയ്യാവുന്നതാണ്. വളരെയധികം സേഫ് ആണ്. ഇനി വരുന്നത് മറ്റ് കാറ്റഗറീസ് ആണ്. അതായത് PCOD, തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർ, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള അവർക്ക് വെയിറ്റ് ലോസ് മാത്രം ചെയ്താൽ മതി. ഇങ്ങനെയുള്ള ഒരുപാട് കാറ്റഗറീസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബിഗിനർ ലെവലിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് 8-16 പാറ്റേൺ ആണ്. ഞാൻ അത് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു 3/4 ഭാഗം വെയിറ്റും ഞാൻ കുറച്ചു കൊണ്ടുവന്നത്. ഈ ഒരു വിൻഡോയിൽ നമ്മൾ 8 മണിക്കൂർ ആഹാരം കഴിക്കുന്നു, 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏകദേശം ഇപ്പോൾ നിങ്ങളൊരു 10 o'clock നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിക്കുള്ളിലാകുമ്പോഴേക്കും നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കണം. ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 6 മണിക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവസാനിപ്പിക്കും. അതായത് 6 മണിക്കുള്ളിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു 7 മണി അല്ലെങ്കിൽ 8 മണി 9 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യൽ ഡേയ്സിൽ നിങ്ങൾക്ക് ഇഷ്യൂ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10-14 പാറ്റേൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് അഡാപ്റ്റ് ആയിട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 1.5 വീക്ക് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു 10-14 പാറ്റേൺ ഫോളോ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഇതൊന്നും ഓക്കെയായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8-16 പാറ്റേണിലോട്ട് കടക്കാവുന്നതാണ്. പക്ഷേ ഇത് എന്ന് പറയുന്ന ഈ 8-16 പാറ്റേൺ വളരെയധികം എഫക്റ്റീവ് ആണ്. ഒത്തിരി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു പാറ്റേണും കൂടിയാണ്. ഇനി ഈ ഒരു 8-16 പാറ്റേൺ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഞാൻ പരീക്ഷിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു 8-16 പാറ്റേൺ നിങ്ങളിപ്പം 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു രീതി, അതായത് രാവിലെ 7 AM നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു രീതി കൊണ്ടുവരാം. നിങ്ങൾ ഉച്ച തിരിഞ്ഞ് ഒരു 2:30 അല്ലെങ്കിൽ 3 o'clock ഒക്കെ ആകുമ്പോഴേക്കും നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ രാത്രി ബാക്കിയുള്ള മൊത്തം സമയം നിങ്ങൾ വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഇതും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ 8-16 പാറ്റേൺ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പാറ്റേൺ കൂടി ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് ഡബിൾ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പാറ്റേൺ 8-16 പാറ്റേൺ ടീനേജേഴ്സിനും ഫീഡിംഗ് മോംസിനും ഒട്ടും റെക്കമെൻഡഡ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുകയോ വേണ്ട. നിങ്ങൾ 10-14 അല്ലെങ്കിൽ 12-12 ഈ ഒരു പാറ്റേൺ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഈ 8-16 പാറ്റേൺ പോലെ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, കുറച്ചും കൂടി ഇത് നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇത് ഒരുവിധം എല്ലാവർക്കും, എനിക്കൊന്നും പറ്റാറില്ല. ഞാനൊരു 2 days ഒക്കെ ഇത് എടുക്കാറുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് 24 പാറ്റേൺ. അതായത് ഈ ഒരു 24 പാറ്റേണിൽ 4 hours നമ്മൾ ഈറ്റിംഗ് വിൻഡോ ആണ്, 20 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യാണ്. അപ്പം ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷേ ഇത് വളരെയധികം ഈസി ആയിട്ട് കൺവീനിയന്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റാറില്ല. അതുകൊണ്ട് അത് ഞാൻ ഫ്രാങ്ക്ലി പറയാണ്. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ലെവലിലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ പോകണ്ട. 8-16 വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ 24 പാറ്റേൺ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ 10 മണിക്ക് ആഹാരം കഴിക്കാൻ, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിൽ, അതായത് 4 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ഡിന്നർ നിങ്ങൾ ഫിനിഷ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള 20 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു 20 മണിക്കൂർ
മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയുള്ളവരാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും പറ്റിയ ഒരു പാറ്റേൺ അല്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒരു ബിഗിനർ ലെവലിലുള്ളവരാണെങ്കിൽ ഈ ഒരു പാറ്റേണിനെ പറ്റി നിങ്ങൾ ചിന്തിക്കാൻ കൂടി വേണ്ട, ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഫീഡിംഗ് മോംസും ടീനേജേഴ്സും ഈ ഒരു കാറ്റഗറീസിന് ഒഴിച്ച് ബാക്കി എല്ലാ കാറ്റഗറീസിനും ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ്. അതായത് നിങ്ങൾ ഒരു ദിവസം നന്നായിട്ട് ഫുഡ് കഴിക്കുന്നു, അതായത് നിങ്ങളുടെ ഒരു കലോറി ബഡ്ജറ്റിൽ നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, നെക്സ്റ്റ് ഡേ നിങ്ങളൊരു 600 700 ആ ഒരു ലോ കലോറി ബഡ്ജറ്റിലോട്ട് വരുന്നു. ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആയിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഇതും നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ, അതായത് ഒരു ബിഗിനർ ലെവലിലാണെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട. നിങ്ങളൊരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ശീലിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം. ഇതും ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ പാറ്റേൺ ആണ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഫുഡ് കഴിക്കുന്നു, നെക്സ്റ്റ് ഡേ നമ്മൾ കംപ്ലീറ്റ്ലി ഫാസ്റ്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷെ അങ്ങനെ എന്നെ കൊണ്ട് പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തും അത് റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഒരു ദിവസം ഭക്ഷണം കഴിക്കുക, ഒരു ദിവസം ഒന്നും കഴിക്കാതിരിക്കുക, വെള്ളം മാത്രം കുടിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പാറ്റേൺസ്, അതായത് സയൻസ് ബേസ്ഡ് ആയിട്ട് പ്രൂവ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്ത ഒരുപാട് പാറ്റേൺസ് നമുക്കുണ്ട്. അപ്പൊ നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ക്രാഷ് ഡയറ്റ്സിലോട്ട് പോകുന്നതിനേക്കാളും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാൻസി ഡയറ്റിലേക്ക് പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് എടുത്തതിന് ശേഷം, നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകളൊക്കെ എടുത്തതിന് ശേഷം ഇത്തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടും. അപ്പൊ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ബ്ലെസ്സിംഗ് ആണ്, എല്ലാവർക്കും വളരെ ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ കൂടി, ഞാൻ ഓൾറെഡി തന്ന ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടല്ലോ, ആ ഒരു ഡയറ്റ് പ്ലാനിലോട്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പാറ്റേൺ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. ബിഗിനർ ലെവലിലുള്ളവരാണ് നിങ്ങളെങ്കിൽ 10-14 വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പതിയെ 8-16ലേക്ക് കടക്കുക, പിന്നെ പതിയെ ഓൾട്ടർനേറ്റീവ് ഡേ ഫാസ്റ്റിംഗിലേക്ക് കടക്കുക. ആ ഒരു രീതിയിലായിരിക്കണം നിങ്ങളുടെ പാറ്റേൺ പോകേണ്ടത്. പിന്നെ ഫീഡിംഗ് മോംസ് ആൻഡ് ടീനേജേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 പാറ്റേൺ മാത്രമേ റെക്കമെൻഡ് ആയിട്ടുള്ളൂ. ഒന്നുകിൽ 10-14 പാറ്റേൺ, അല്ലെങ്കിൽ 12 പാറ്റേൺ. ഈ ഒരു പാറ്റേൺ മാത്രമേ നിങ്ങൾക്ക് അലോഡ് ആയിട്ടുള്ളൂ. എങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. അതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്, അതിന്റെ ഒരു ചെറിയൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെ നമ്മുടെ ഡയറ്റിൽ ഫോളോ ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഏതൊക്കെ കാറ്റഗറീസിന് ഏതൊക്കെ പാറ്റേൺസ് യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഈ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തു വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടൂ. നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക. ആ ഒരു സ്ട്രെസ് നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണി എത്രത്തോളം എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ പലരും പറയുന്നുണ്ട് പീരിയഡ്സ് വരുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട്. അപ്പൊ അതൊക്കെ എല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു 50 ഡേയ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്ത് നമുക്ക് വരാം. പിന്നെ ഒരുപാട് വർക്ക്ഔട്ട് റുട്ടീൻസ് നിങ്ങൾക്ക് വരാനുണ്ട്. അപ്പൊ അതൊക്കെ ഉടനെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. അപ്പൊ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.